നമുക്ക് ലോൺ എടുക്കാൻ പറ്റും, ഒപ്പം നമുക്ക് ലോൺ കൊടുക്കാനും പറ്റും. ഗവൺമെന്റിന്, പബ്ലിക് കമ്പനീസും, അതും ലീഗലായി തന്നെ സെബിയുടെ കൺട്രോളിൽ. ഇതിനെയാണ് ബോണ്ട് എന്ന് പറയുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു ലോൺ എടുക്കണമെങ്കിൽ അത് എത്ര എമൗണ്ടിന്റെ ആണെന്ന് വെച്ചാൽ അതിന് ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം. ബോണ്ടിന്റെ കേസ് പറഞ്ഞാൽ ഇതൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഫേസ് വാല്യൂ ആണ്. ഫോർ എക്സാമ്പിൾ 1000 റുപ്പീസിന്റെ ഫേസ് വാല്യൂ ഉള്ള ബോണ്ട് ആണെങ്കിൽ നമുക്ക് 10,000 രൂപയാണ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് കരുതുക. അപ്പോൾ നമ്മൾ യൂണിറ്റ് ആണ് കൂട്ടേണ്ടത്. മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ക്വാണ്ടിറ്റി ആണ് ഇതിന് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ആണ് കൂട്ടേണ്ടത്. ഇപ്പൊ 10,000 രൂപയുണ്ടെങ്കിൽ 1000 രൂപയുടെ 10 ക്വാണ്ടിറ്റി എടുക്കുക. അപ്പോൾ 10,000 രൂപയാവും. ബോണ്ടിന്റെ കേസിൽ ഇത് ഇങ്ങനെയാണ്. ലോൺ ആണെങ്കിൽ നമുക്ക് ടെന്യൂർ ഉണ്ട്, ഇത്ര വർഷത്തേനാണ് നമ്മൾ ലോൺ എടുക്കുന്നത്. അതേപോലെ ബോണ്ടിന് ഉണ്ട് ടെന്യൂർ. മിനിമം 91 ദിവസം മുതൽ 20 വർഷം വരെയാണ് ബോണ്ടിന് ടെന്യൂർ വരാറുള്ളത്. പിന്നെ ലോൺ നമ്മൾ എടുക്കുമ്പോൾ ചില ബാങ്കുകൾ നമുക്ക് കൊളാട്രൽ ചോദിക്കും. ഇത് ബാങ്കിനെ സംബന്ധിച്ച് അതൊരു സെക്യൂർ ആയിട്ടുള്ള ലോൺ ആണ്. ഇവിടെ ബോണ്ടിന്റെ കേസ് പറഞ്ഞാൽ ചില ബോണ്ട് സെക്യൂർ ബോണ്ടും ചില ബോണ്ട് അൺസെക്യൂർ ബോണ്ടുമാണ്. സെക്യൂർ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്കിൽ കമ്പനി അല്ലെങ്കിൽ നമുക്ക് ലോൺ തരുന്നത് ആരാണോ അത് ഏത് കമ്പനിയും ആയിക്കോട്ടെ, സെക്യൂർ ലോണിൽ അവിടെ ബാക്കപ്പ് ആയിട്ട് എന്തെങ്കിലും കമ്പനിയുടെ ഒരു കൊളാട്രൽ കാണും. ഇതിനെയാണ് സെക്യൂർ ലോൺ എന്ന് പറയുന്നത്. ഇറ്റ്സ് മീ മിഥുൻ. ബൈ.